കഴിഞ്ഞ ദിവസം ടി സി എസിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. മാർക്കറ്റ് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ടി സി എസിൻ്റെ റിസൾട്ട് വന്നത്. പക്ഷേ സ്റ്റോക്കിൻ്റെ പ്രൈസിലോ അതുപോലെ തന്നെ മാർക്കറ്റിലോ അത് കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് വീണ്ടും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് തുടരുന്നത്. FIസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ഷോർട്ട് പൊസിഷൻ ഇപ്പോഴും തുടരുന്നു എന്നാണ് ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. GNX നിഫ്റ്റി ഏതാണ്ട് 60 പോയിൻറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഇപ്പോഴും ട്രേഡിങ് നടക്കുന്നത്. നമ്മുടെ ഇവിടെ 23,460 ലെവലുകളിൽ ഓപ്പൺ ചെയ്യുമെന്നാണ് കരുതുന്നത്. അതൊരു സപ്പോർട്ട് ഏരിയയാണ്. 23,400, 23,330, 23,200 ലെവലുകളാണ് അടുത്ത സപ്പോർട്ടുള്ളത്. റെസിസ്റ്റൻസ് ഉള്ളത് 23,600, 23,660, 23,770 ലെവലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 49,750, 49,950, 50,100 ലെവലിൽ റെസിസ്റ്റൻസും 49,200, 49,000, 48,600 ലെവൽ സപ്പോർട്ടുമാണ്. ഇന്നലെ US മാർക്കറ്റ് ഇതായിരുന്നു. US മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകൾ ഇപ്പം മൈനസ് ആയിട്ടാണ് ട്രേഡിങ് നടക്കുന്നത്. അതുപോലെ തന്നെ US കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഡേറ്റയും അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റയും മാത്രമാണ് ഇന്ന് വരാനുള്ളത്. മാർക്കറ്റ് പൊതുവെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യത മാർക്കറ്റുണ്ട്.